അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉസ്താദ് ഫുഡ് കഴിച്ചിറങ്ങി വന്നത് കാത്തിരിക്കുകയാണ് റുക്കിയാത്ത. ഈ ഉസ്താദിനെ കാണാനില്ലല്ലോ. നട്ടുച്ച നേരത്തെ ഞാൻ ഇവിടെ അങ്ങനെ എനിക്കെന്താ പിരാന്തുണ്ടോ? എന്നാലും വണ്ടിയില്ല. എൻ്റെ ആങ്ങളുടെ മോളെ കാര്യമൊന്ന് ഉസ്താദിനോട് പറയണം. അല്ല ഞാൻ പറ്റൂല. കാരണം ഓളിപ്പോൾ എന്തൊരു ചൊറുക്കുള്ള കുട്ടിയാ. ഓളെ കാണാൻ എന്താ മൊഞ്ച്. ഉസ്താദും തന്നെ നല്ല മൊഞ്ചാണ്. അപ്പം പിന്നെ പണത്തിൻ്റെയും കാര്യത്തിലൊക്കെ ഉസ്താദ് വിട്ടുവീഴ്ച ചെയ്യിക്കാരം. അല്ലെങ്കിൽ ഉസ്താദ്മാരിപ്പോൾ പണ്ടും പണക്ക് വാങ്ങുമോ? ഒരിക്കലും ഇല്ല. ഓലൊക്കെ അറിവുള്ളവരല്ലേ. കഴിയണ എന്താ വെച്ചാൽ കൊടുക്കുക. എന്നാലും ഉസ്താദിനൊരു കുട്ടി ഉണ്ടായിച്ചിട്ടിപ്പോൾ എന്താ? എൻ്റെ ആങ്ങളുടെ മോൾക്ക് പറ്റിയതാണത്. തലേ ദിവസം ആങ്ങളിയുടെ വീട്ടിൽ പോയപ്പോൾ ഈ കാര്യം സൂചിപ്പിച്ചതാണ് റുക്കിയാത്ത. മോളെ ഹംന, മോളെ. എന്തമ്മായി? മോളെ, മോൾക്ക് പറ്റിയൊരു ആലോചനയും കൊണ്ടാണ് ഞാൻ വന്നിക്കുന്നത്. ആരാ അമ്മായി? പൊന്നു മോളെ, ഇജ്ജ് അറിഞ്ഞിട്ടില്ലേ ആ ഫേമസ് ആയ ഉസ്താദിനെ കുറിച്ച്? പറഞ്ഞു കേട്ടിരുന്നു. പൊന്നു മോളെ, ഫേമസ് ആയ ഉസ്താദ് എന്ന് വെച്ചാൽ വൈറൽ ഉസ്താദാണ് ഇപ്പോൾ. അതിൻ്റെ ആ ഒരു പാട്ടും ബൈത്തും ആ ഒരു കഥാപ്രസംഗം എല്ലാം കൂടെ കേട്ടിട്ടേ വല്ലാത്തൊരു എല്ലാവരുടെയും മനസ്സിലേക്ക് കയറി കൂടിയ ഉസ്താദാണ്. പൊന്നു മോളെ, പലരും വിവാഹ അഭ്യർത്ഥനയുമായി അവിടെ എത്തുന്നുണ്ട്. മോളെ ഹംന, ഇപ്പാനോട് ഒന്ന് പറയണം എനിക്ക്. എവിടെ എൻ്റെ ഉപ്പ വന്നിട്ടില്ല, വൈകുന്നേരമാണ് വരിക. എന്നാൽ ഉപ്പാനോട് പറഞ്ഞാണ്ടി പൊന്നു മോളെ. എൻ്റെ പൊന്നാരേ, നല്ലൊരു മൊഞ്ചൻ ഉസ്താദാണ്. പക്ഷേ എന്താണെന്നോ, ഒരേ ഒരു കുഴപ്പം ഉസ്താദിനുള്ളൂ. കുഴപ്പമെന്നല്ല, ഉസ്താദ് കല്യാണം കഴിച്ചതാണ്. അമ്മായി, നിങ്ങൾ എന്തീ പറയണത്? പൊന്നു മോളെ, ഇജ് ആ ഉസ്താദിനെ കണ്ടാൽ പിന്നെ അങ്ങനെ പറയില്ല. 2 കൊല്ലേക്കണ് ഇപ്പോൾ എൻ്റെ ഭാര്യ മരിച്ചിട്ട്. ഒരു കുട്ടിയുണ്ട്. അമ്മായി, എന്നെ കെട്ടിച്ചിട്ടില്ല തീരെ. അമ്മ എന്നോടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? എൻ്റെ പൊന്നാര മോളെ, അത് ഇജ് കണ്ടാൽ ഇജ് അത് തിരിച്ചു പറയും. അതാണ്, ഉസ്താദിനൊന്ന് കണ്ടു നോക്കണം. അപ്പം എനിക്ക് മനസ്സിലാകും അതിനെക്കുറിച്ചുള്ളത്. ഏതായാലും ഇജൊന്ന് ക്ലാസ്സിന് വന്ന് നോക്ക്. ഇന്നത്തെ എൻ്റെ അമ്മാനും വിളിച്ചോ. എന്തോരം മൊഞ്ചുള്ളൊരു ഉസ്താദാണ്. അമ്മായി, നിങ്ങൾ പറഞ്ഞ ഒരിക്കലും ശരിയല്ല കേട്ടോ. കല്യാണം കഴിച്ചൊരു കുട്ടിയുള്ള ഒരാളെയാണോ എനിക്ക് വേണ്ടി നിങ്ങൾ ആലോചിക്കണത്? എൻ്റെ പൊന്നു മോളെ, അത് അവരധികം ജീവിച്ചിട്ടൊന്നുമില്ല. കാരണം ഇപ്പം അത്ര വലിയ പണിയില്ലല്ലോ. എൻ്റെ പൊന്നാര കുട്ടി എന്നോട് പറയാനേ. മൂപ്പരെ കണ്ടു കഴിഞ്ഞാൽ ഈ വിചാരിക്കും, ഇതന്നെ മതി എന്നുള്ളത്. ആയിക്കോട്ടെ, ഞാൻ ആങ്ങളെ വന്നിട്ട് പറയാം. ജുമ്മാനോട് പറ്റുന്നുണ്ട് സംസാരിക്ക്. ഹംന, എനിക്ക് ഒരിക്കലും നഷ്ടാവില്ല. ആ ഉസ്താദിനെ കെട്ടിയച്ച് രക്ഷപ്പെടും. കാരണം എന്താ, നല്ലോണം പ്രഭാഷണത്തിന് പറ്റും. നല്ല രീതിയിൽ ഒരു കുടുംബം എങ്ങനെ, ഭാര്യനെ എങ്ങനെ, മാതാപിതാക്കളെ എങ്ങനെ നോക്കുക, അതിനെക്കുറിച്ചൊക്കെ ഉള്ള ക്ലാസ് ഉണ്ട്. അപ്പോൾ പിന്നെ ഉസ്താദുമാരാകുമ്പോൾ അതിൻ്റേതായ രീതിയിൽ സ്നേഹമൊക്കെ ഉണ്ടാവുമല്ലോ. നീ ഒരിക്കൽ പോലും വിഷമിക്കണ്ട കേട്ടോ. ഈ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നോക്കുക. ഈ ഇന്നത്തെ ക്ലാസ് ഒന്ന് കേട്ട് വന്ന് നോക്ക് കേട്ടോ. എവിടെ എൻ്റെ ഉമ്മാനെ വിളിച്ചാ? ഉമ്മ കുളിക്കുകയാണ്. എടി നസീമ, ഉമ്മ കുളിക്കണം അമ്മായി, ഇപ്പോൾ വരും. ആരപ്പോൾ? താത്തയല്ലേ വിളിച്ചത്? നസീമ കുളി കഴിഞ്ഞിറങ്ങി. എന്തി താത്ത? അതെ, ഞാൻ നമ്മളെ ഹംനക്കുട്ടിക്ക് ഒരു ആലോചന ആയിട്ട് വന്നാണ്. ആലോചനേ? ഇക്കാക്ക് ഇങ്ങനെ പറഞ്ഞിരുന്നു. കുട്ടിക്ക് ഇപ്പോൾ വയസ്സൊക്കെ ആയില്ലേ, ഞമ്മക്കിപ്പോൾ പഠിപ്പിൻ്റെ ഇടയിൽ കൂടെ കല്യാണം ഉണ്ടാക്കുക. എന്നാൽ പിന്നെ ഒരു സമാധാനമാണല്ലോ, നിക്കാഹെങ്കിലും കഴിച്ചിടാന്ന്. എടി, എൻ്റെ അടുത്തൊരു ആലോചന ഉണ്ട്. പൊന്നാര എൻ്റെ താത്ത, നിങ്ങൾ ആലോചന തുടങ്ങിയോ? കുളിപ്പിക്കാനൊക്കെ പോയോടത്തുനിന്ന് കണ്ടിട്ടുണ്ടാവൂലേ? ഞാൻ പറഞ്ഞില്ലല്ലോ, നല്ലവരൊക്കെ ഉണ്ടെങ്കിൽ പറയണ്ടേന്ന്. എടി, കുളിപ്പിക്കാൻ പോയോടത്തുനിന്ന് കണ്ടതന്നെയാണ്. പക്ഷെ ആ പെരക്കാരൊന്നല്ല. എന്നാലും എൻ്റെ പൊന്നാരെ എന്നോട് പറയാൻ 10 മാറ്റൊരു മൂലിയരുട്ടിയാണ്. ശരിക്കും നസീമ അത്ഭുതപ്പെട്ടു. മൂലിയരുട്ടിയോ? പഠിച്ചോനേ, നല്ല കാര്യമായിരുന്നില്ലേ. എനിക്ക് എന്തോരം ഇഷ്ടമാണോ ഈ ഉസ്താദ്മാരെന്ന് വെച്ചാൽ. അല്ല, ഉസ്താദ് എന്ത് പള്ളിയിലത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യണുണ്ട്, ക്ലാസ് എടുക്കുന്നുണ്ട്, അങ്ങനെയാണ്, കുഴപ്പമൊന്നുമില്ല. എന്നാ ആലോചിക്കാനു. പക്ഷെ നസീമ, ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞില്ല എന്ന് നീ മറച്ചേക്കണ്ട. റുക്കിയാത്ത അത് പറയാൻ വേണ്ടി നിന്നപ്പോഴേക്കും റുക്കിയാത്തയുടെ മനസ്സിൽ അതിപ്പോൾ തൽക്കാലം ഉമ്മ അറിയണ്ട. ഉമ്മ അറിഞ്ഞാലേ ചിലപ്പോൾ എന്നെ ആട്ടിവിടും. തൽക്കാലം ഇപ്പം അറിയണ്ട. അങ്ങനെ റുക്കിയാത്ത അവിടെ നിന്ന് പോയി. മോളെ, പറയണ കേട്ടില്ലേ ഹംന? പിന്നെ നല്ലൊരു ഉസ്താദുണ്ട്, അതിനെ നമുക്ക് നോക്കാം കേട്ടോ. ഉമ്മ,
ഉസ്താദുമാരെ അടിച്ചിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഉമ്മ, ഒരു ഡിമാൻഡ് ഉണ്ട് അതിൽ. എന്ത് ഡിമാൻഡ്? അതേ, ഒരു കാര്യം കൂടി ഫ്രീ ഉണ്ട്. ഫ്രീയോ? മൂപ്പരെ കിട്ടിയാൽ ഒരു കുട്ടി ഫ്രീ ആണ്. എൻ്റെ പൊന്നാര ഹംന, ഇതെന്താ അനാവശ്യം പറയണത്? അതൊക്കെ അതിന് നേരും കാലവും ഉണ്ടാവും. അതല്ലുമ്മ, ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ മൂപ്പരെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടി ഫ്രീ ആയി കിട്ടും. എൻ്റെ ഹംന, ദേഷ്യം പഠിപ്പിക്കല്ലേട്ടോ. അതേ ഉമ്മ, മൂപ്പർക്കൊരു കുട്ടിയുണ്ട്. ഒരു നിമിഷം നസീമ അന്തം വിട്ടു. പഠിച്ചോനെ, ഈ താത്ത എന്തൊരു പണി കാണിച്ചത്! ഇങ്ങനത്തോലെയാണോ കല്യാണത്തിന് കൊണ്ടുവരിക? ഏതായാലും വല്ലാത്തൊരു ഇതായിപ്പോയി. ഉമ്മ, ഒരു കുട്ടിയുണ്ട് അത്രേ. ആ ഉസ്താദ് ഒരു പ്രഭാഷകനാണല്ലോ. എന്താ മുളഞ്ഞിട്ട് പറഞ്ഞത്? ഞാൻ പറഞ്ഞു ഉമ്മ, ഞാൻ അമ്മാവിനോട് പറഞ്ഞു തന്നെയാണ്. ഉമ്മ, കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ഉള്ളവരാണോ നിങ്ങൾ കല്യാണത്തിന് വേണ്ടി കെട്ടിക്കാത്ത പെൺകുട്ടിയെ കൊണ്ടുവരലെന്ന് ചോദിച്ചു. അതിൽ അമ്മായി പറഞ്ഞു, മോളെ നീ അങ്ങനെയൊക്കെ പറയും. ഉസ്താദിനെ കണ്ടാൽ നമുക്ക് തോന്നൂല കല്യാണം കഴിച്ചേക്കണെന്ന്. കുട്ടിയുണ്ട് തോന്നുകയില്ല. അത്രക്കൊരു മൊഞ്ചനാണ്, ചെറുപ്രായ ഉസ്താദാണ്. അങ്ങനെയൊക്കെ പറഞ്ഞത്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താപ്പോൾ ഇത്, നമുക്കിവിടെ കയറിയിട്ടൊന്നുമില്ലല്ലോ. എന്നാൽ എൻ്റെ അമ്മായിൻ്റെ ഒരു കാര്യമാണ് ഞാൻ ആലോചിച്ച് വെക്കണത്. എൻ്റെ അമ്മായി കെട്ടിച്ച് ഒഴിവാക്കിയ ഒരാളെ കൊണ്ടാണോ? ഉമ്മ ഒഴിവാക്കിയതല്ലോ, മരിച്ചതാണ്. മരിച്ചതായാലും എന്തൊക്കെ തന്നെ ആയാലും അങ്ങനത്തെ പെണ്ണുങ്ങൾ എത്രങ്ങാനും ഉണ്ടാവും. കെട്ട് കഴിഞ്ഞതും കെട്ടിച്ച് ഒഴിവാക്കിയതും പുതിയാപ്പിളാർ ഇഷ്ടമില്ലാത്തതും അങ്ങനത്തോൽക്കല്ലേ അങ്ങനെ ആക്കല്. അല്ലാതെ തീരെ കെട്ടിക്കാത്ത ഈ പെൺകുട്ടിനെ കൊണ്ടാണോ? ഏതായാലും വല്ലാത്തൊരു പുതുമന്നെ. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ വീട്ടിലതാ കോളിംഗ് ബെൽ അമരുന്നു. ഉമ്മ, ഉപ്പ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്താ രണ്ടോളം ഉമ്മയും മോള് നല്ല ചർച്ചയെന്ന് തോന്നല്ലോ. അതേ, മോൾക്കൊരു ആലോചന കൊണ്ടുവന്നിരുന്നോ? റുക്യാത്ത വന്നിരുന്നോ? റുക്യാത്തേ ഓഴെപ്പോഴും വന്നത്? കുറച്ച് നേരമായി വന്നിട്ട് പോയി. എന്നിട്ട് എന്ത് പറഞ്ഞു? എന്ത് പറയാനേ, നല്ല ആലോചനയാണ്, അങ്ങനെ എങ്ങനെയാണ്, പക്ഷെ ഒരു കുട്ടി ഫ്രീ ഉണ്ടെന്ന്. എന്താ നിങ്ങളീ പറയണത്? ഒരു ഉസ്താദാണത്രേ, മൂപ്പരെ കിട്ടിയാലേ ഒരു കുട്ടിനെ ഫ്രീ ആയി കിട്ടുന്നേ. എന്താ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അതെ, നിങ്ങളെ പെങ്ങൾ കൊണ്ടുവന്ന ആലോചന ഒരു കുട്ടിയുള്ള ആളെ കൊണ്ടാണ്. നിങ്ങളെ പെങ്ങളൊരു കാര്യമാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. അതിനിപ്പോൾ നടന്നിട്ടൊന്നുമില്ലല്ലോ. അതേ, ഓളോട് പറഞ്ഞേക്കണം നല്ലോണം ക്ലാസ് എടുക്കണം, ഉസ്താദാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞേക്കണ്. എന്നിട്ട് നല്ല മൂപ്പരെ കണ്ടാൽ പിന്നെ വിടൂല, അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു കുട്ടികളൊന്നും വേണ്ട, ഇവിടെ അതിനകത്ത് കയറിയിട്ടൊന്നുമില്ല. എന്താന്നില്ലേ, എത്രയോ ഉണ്ട് ഇവിടെ ഇപ്പോൾ കെട്ടിക്കാനൊക്കെ കാത്തിക്കണ്. ഓരോരുത്തരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം പിന്നെ കുറച്ചും കൂടെ പഠിച്ചോട്ടെ വിചാരിച്ചുകാണ്ട് അങ്ങനെ നിർത്തിയതാണ്. അല്ലാതെ ഇപ്പോൾ ഒരിക്കലും ഓളിവിടെ പുര നിറഞ്ഞ് നിന്നിട്ടൊന്നുമല്ല. അമ്മായിക്ക് അപ്പോത്തിന് ആങ്ങളുടെ കുട്ടികൾ കണ്ട് കല്യാണം ഉണ്ടാക്കായിട്ട് അതിനെന്താടി ഓൾ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പോൾ ഇത്രമാത്രം ടെൻഷനാണ്ട് എന്ത് കാര്യമുള്ളത്? അല്ലേ, ഓള് പറയും ഉസ്താദാണ്, ഒരു കുട്ടിയുള്ള ഉസ്താദാണെന്ന്. എന്നാലും ഇപ്പം അങ്ങനെ പറയാൻ പാടുണ്ടോ? ഒന്നുമില്ലെങ്കിൽ കെട്ടിക്കാത്ത മക്കളോട് അങ്ങനെയാണോ പറയാൻ പാടുള്ളത്? ഓളങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ചുകൊണ്ട് ഈ ഇത്രമാത്രം ചൂടാനിപ്പോൾ എന്താ ഇവിടെ ഉണ്ടായത്? അല്ലേ, എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. എന്നാൽ അപ്പോൾ തന്നെ അതാ ഫോൺ ബെല്ലടിക്കുന്നു. അതാ വിളിക്കുന്നുണ്ട് പെങ്ങൾ, എടുത്തു നോക്കി. ഇത് പെങ്ങൾ റുക്യ തന്നെ. ഹലോ റുക്യ. എൻ്റെ പൊന്നാരാങ്ങളെ, എൻ്റെ വീട്ടിലേക്ക് ഞാനവിടെ വന്നിരുന്നു. പിന്നെ എൻ്റെ മോൾക്കൊരു കല്യാണാലോചനയെ പറ്റി പറയാനായിരുന്നു വന്നത്. അത് എന്താ പെങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നത്? അത് കുട്ടിയൊക്കെ ഉള്ള ആൾ, കുട്ടി ഉണ്ടായിക്കോട്ടെ, എന്തൊരു ഭംഗിയെ കാണാനെന്ന്. നല്ലൊരു ഉസ്താദാണ്, നല്ല പ്രഭാഷണമൊക്കെ പറയുന്ന ഉസ്താദാണ്. നമുക്ക് നഷ്ടപ്പെട്ടാൽ വലിയൊരു നഷ്ടമായിരിക്കും. അത് നമുക്ക് പിന്നെ ഇപ്പം ഞാൻ കല്യാണം ഉണ്ടാക്കണില്ല മോൾക്ക്, നമുക്ക് പിന്നെ ആലോചിക്കാം. മോനെ നിക്കാഹ് അയച്ചെങ്കിലും ഇട്ടോ, കാരണം നല്ലൊരു കിട്ടരാണ്, കിട്ടിക്കഴിഞ്ഞാൽ അത് ഞാൻ പിന്നെ പറയാട്ടോ. അങ്ങനെ എനിക്ക് സംശയം ഉണ്ടെന്ന് എൻ്റെ ഉസ്താദ് ഒന്ന് കണ്ടു നോക്ക്. ഇന്ന് അവിടെ ക്ലാസ് ഉണ്ടാവും, നമ്മളെ നാട്ടിൽ തന്നെ മദ്രസയിൽ വെച്ച് ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിന് പങ്കെടുക്കുന്ന ജനങ്ങളൊന്ന് കണ്ടു നോക്കി. എന്തോരം നല്ല ക്ലാസ്സാണെന്നോ. ആ ഉസ്താദിൻ്റെ മുഖത്തേക്കൊന്ന് ഞാൻ നോക്കേണ്ടി, അനക്ക് കണ്ണെടുക്കാൻ തോന്നൂല ആ രീതിയിൽ. അതുകൊണ്ട് തന്നെ ആളുകൾ ഇങ്ങോട്ട് എത്ര പെട്ടെന്ന് അറിയണമെന്നോ. പിന്നെ പൈസ ആയിട്ടും പൊന്നായിട്ടും അങ്ങനെ ഓരോ ഉമ്മമാരും പെങ്ങന്മാരും അങ്ങനെ കൊടുന്നിട്ട് തന്നെയാണ്. അത്രക്കും ഉസ്താദിനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് പെട്ടെന്ന് വിവാഹത്തിൻ്റെ കാര്യം തീരുമാനിക്കുവാൻ വേണ്ടിയിട്ട് പലരും വന്നപ്പോഴേ ഞാൻ ഒരു ചാൻസ് തന്നാണ്. വേണമെന്നുണ്ട് നോക്കിക്കോളി, അല്ലാന്നുണ്ടെങ്കിലേ വേറെ ആൾക്കാർ കൊണ്ടുപോകും. അതാണ് ഉസ്താദിനെ. ഞാൻ പെങ്ങളെ ഞാൻ നോക്കിയിട്ട് എന്താ വെച്ചാൽ അങ്ങനെ പറയട്ടോ. ഇപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. ചിന്തിക്കാൻ സമയമൊക്കെ കഴിക്കണമല്ലോ, വെറുതെ നഷ്ടപ്പെടുത്തണ്ട. എൻ്റെ പെണ്ണുങ്ങളോടും മോളോടൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കട്ടോ.
ഞാൻ പറയാനുള്ളത് പറഞ്ഞു. തലേ ദിവസം അങ്ങനെയാണ് റുക്യാത്ത പറഞ്ഞു വിട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ റുക്യാത്ത അതാ അവിടെ കാത്തിരിക്കുകയാണ് ഉസ്താദ് വരുന്നതും കാത്ത്. ഉസ്താദിനെ കണ്ടപ്പോൾ തട്ടം ഒന്നും കൂടി മുന്നിലേക്കിട്ട് മറച്ച് പറഞ്ഞു, ആ ഉസ്താദേ, ഭക്ഷണം കഴിച്ചോ? ഏതായാലും മാഷാ അല്ലാ, നിങ്ങളെ പ്രഭാഷണമൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. കാരണം ഒരുപാട് ഞാൻ എൻ്റെ എത്രയോ കുടുംബക്കാരെ പറഞ്ഞങ്ങാണ്ട് കൂട്ടിക്കണേ. പിന്നെ ഉസ്താദ് ഭക്ഷണം കഴിച്ചില്ല? ആ കഴിച്ചു. പിന്നെ എന്തൊക്കെയാ ഐഷുവിനെ? അല്ല ഇത്തത്ത് നിങ്ങൾ നേരത്തെ, ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങി. പിന്നെ എന്തൊക്കെയാ ഉസ്താദ് വർത്താനം, സുഖല്ലേ? അല്ല കല്യാണത്തിൻ്റെ കാര്യമൊക്കെ എന്തായി? കല്യാണത്തിൻ്റെ കാര്യം ഇപ്പോൾ ചുറ്റുഭാഗത്തുനിന്നും കല്യാണത്തിൻ്റെ പ്രൊപ്പോസൽസ് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എൻ്റെ പൊന്നാര ഉസ്താദേ, എൻ്റെ ആങ്ങളുടെ കുട്ടി തന്നെ നിങ്ങളെ പ്രഭാഷണം കേട്ടിട്ട് നല്ലോണം ഇഷ്ടപ്പെട്ടിരിക്കണം. ഓള് നല്ല മൊഞ്ചത്തി കുട്ടിയാണ്, നിങ്ങൾക്ക് പറ്റിയ കുട്ടിയാണ്, തീരെ കെട്ടിക്കാത്ത കുട്ടിയാണേ. റുക്യാത്ത അങ്ങനെയൊക്കെ അല്ലേ? എന്തായാലും റാഹത്തായ കല്യാണമൊക്കെ ശരിയാട്ടെ. അല്ല ഉസ്താദേ, ഞാൻ ഇങ്ങോട്ടൊരു കാര്യം പറഞ്ഞാൽ എൻ്റെ ആങ്ങളുടെ കുട്ടി കല്യാണപ്രായം ആയതാണ്. നിങ്ങളെങ്കിൽ പെരുത്ത് ഇഷ്ടമാണ്. നിങ്ങളൊന്ന് വിചാരിച്ചാൽ നമുക്കൊന്ന് നോക്കിയാലോ? എന്നാൽ പെട്ടെന്ന് ഉസ്താദിൻ്റെ ആ മുഖഭാവം മാറി. ഉസ്താദ് പറഞ്ഞു, ഉമ്മയില്ലാത്ത എൻ്റെ കുഞ്ഞിനെ നോക്കാൻ ഞാനൊരാളെ കണ്ടെത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാ അവരെ തന്നെ വിവാഹം കഴിക്കാനുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദ് പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി മറഞ്ഞു. എന്നാൽ അതാ റുക്യാത്തയുടെ മനസ്സിൽ കനത്ത നിരാശയായിരുന്നു വന്നത്. എന്തപ്പോ ഉസ്താദിന് മനസ്സിലായി. ഐഷുവിൻ്റെ കാര്യമാണ് പറഞ്ഞത്. എൻ്റെ ഉമ്മയില്ലാത്ത കുഞ്ഞിനെ നോക്കുവാൻ ഒരാളെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ആളെ തന്നെ വിവാഹം ചെയ്യുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഉസ്താദിൻ്റെ ആ വാക്ക് സത്യം പറഞ്ഞാൽ റുക്യാത്തയുടെ മനസ്സ് വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചു. ഞാൻ എന്തൊക്കെ ആഗ്രഹിച്ചതായിരുന്നു എൻ്റെ കുടുംബത്തേക്ക് ഉസ്താദിനെ ആക്കണം എന്നുള്ളത്, എൻ്റെ ആങ്ങളുടെ മോളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കണം എന്നൊക്കെ. വല്ലാത്തൊരു പുതുമ. ഇന്നലെ അവർ ക്ലാസ്സിന് പോയിരുന്നോ? എന്തൊക്കെയാവും. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കട്ടെ. അപ്പോൾ തന്നെ നേരെ അത് നാത്തൂന് വിളിക്കുന്നു. ഹലോ നസീമ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്താ താത്ത വർത്താനം, സുഖല്ലേ? അല്ലടി നിങ്ങളാരും ഇന്നലെ ക്ലാസ്സിന് പോയിനാ? ഞാൻ പോയിനു. മോളെ ഞാൻ വിളിച്ചപ്പോൾക്ക് എഴുതാണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്ന് വന്ന് നോക്കുക, ഏതായാലും അമ്മായി പറഞ്ഞല്ലോ പോയി നോക്കുക എന്ന് പറഞ്ഞു. ഓളെ ഞാൻ കൂട്ടച്ചില്ല. അല്ല എന്താ കഴിഞ്ഞിട്ട് എൻ്റെ പൊന്നാര താത്ത എന്നോട് പറയാനാ മോലിയൊരു ചൊർക്കില്ലേ? എന്താണത്? നമ്മൾ യൂസുഫ് നബി എന്നൊക്കെ കേട്ടേക്കണ്, അത്രയും ചൊർക്ക്. അല്ല എന്തിപ്പോൾ എൻ്റെ പെണ്ണുങ്ങൾക്ക് പറ്റിയാവോ? അതൊന്നും എനിക്കറിയില്ല. പെണ്ണുങ്ങളൊക്കെ മരിച്ചേക്കണ്. ഒരു 3 വയസ്സായ കുട്ടിയുണ്ട്, 2 കൊല്ലമൊക്കെ നിന്നിട്ടുള്ളൂ. എത്ര എളുപ്പമാണ് മരിച്ചത്. എന്നാലും ഉസ്താദിനൊരു മൊഞ്ചൊക്കെ. സത്യം എൻ്റെ പൊന്നാരൻ്റെ താത്ത എന്നോട് പറയാൻ നല്ലൊരു മൊഞ്ചൻ ഉസ്താദ് തന്നെയാണ്. ഏതായാലും ഇപ്പം എന്തായി നസീമ, ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ കണ്ടാ അവനെ വിടൂലാന്ന്. അതിപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ ഓൾക്ക് പറ്റുമോന്നാവും എനിക്കറിയില്ല. ഓൾക്ക് ഇനിയിപ്പോൾ ഒന്ന് കെട്ടിയതായതുകൊണ്ടേ കെട്ടി ഒഴിവാക്കിയതായതുകൊണ്ട് ഒഴിവാക്കിയോന്നല്ലടി, മരിച്ചതാണ് പെണ്ണുങ്ങൾ. എനിക്ക് നല്ലോണം പെരുത്ത് ഇഷ്ടമാക്കണ്ടാ. ഇനിയിപ്പോൾ ഓളോട് പറഞ്ഞാൽ എന്താ കാട്ടുക എനിക്കറിയില്ല. ഏതായാലും ഞാൻ ഉസ്താദിനോടൊന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് വിചാരിച്ചതേനു. ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടിക്കണല്ലോ. എനിക്ക് ഇഷ്ടപ്പെട്ട പിന്നെ മോൾക്ക് ഇഷ്ടപ്പെടാതിരിക്കൂലല്ലോ. അങ്ങനെയല്ലോ ഇപ്പം തള്ളാർക്കാണ് പറ്റാത്തത്, പെൺകുട്ടികൾക്കല്ല, തള്ളാർക്ക് പറ്റണില്ല. ഏതായാലും ഞാൻ ആ ഉസ്താദിനെ എങ്ങനെയെങ്കിലൊക്കെ ഒന്നും കൂടി പറഞ്ഞുകാണ്ട് റെഡിയാക്കാൻ നോക്കട്ടെ. പിന്നെ ഉസ്താദിനൊരു പെണ്ണിനോട് ചെറിയൊരു ഇഷ്ടമുണ്ടെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അതൊന്നും നമുക്ക് വിഷയമാക്കണ്ട. നമുക്ക് അതിന് മുമ്പ് തന്നെ വേറെ വേഗം കൊണ്ട് കല്യാണം ഉണ്ടാക്കാൻ വേണ്ടി കിട്ടിയ കാര്യമാണ്. നല്ലൊരു ചുറുക്കുള്ള അത്രയും നല്ലൊരു മൊഞ്ചൻ ഉസ്താദിനെ നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ലല്ലോ ഒരിക്കലും. എങ്ങനെയെങ്കിലും റുക്യാത്തയുടെ കുടുംബത്തിലേക്ക് ഉസ്താദിനെ വേണമെന്നുള്ള ചിന്ത മാത്രമായിരുന്നു റുക്യാത്താക്കുള്ളത്. എന്നാൽ ഉസ്താദിൻ്റെ അത്രയൊക്കെ ക്ലാസ് കേട്ടിട്ടും ആ പഴയ സ്വഭാവം ഒന്ന് മാറ്റിയെടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടും മനസ്സിനുള്ളിലേക്ക് ആ ഒരു കുശുമ്പും കുന്നായ്മ ഇങ്ങനെ കയറി വരണം. ഒന്നുമല്ല, എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ ആങ്ങളുടെ കുട്ടിക്ക് ഞങ്ങളെ കുടുംബത്തേക്ക് ഉസ്താദിനെ ആക്കി കിട്ടിയാൽ. പക്ഷെ ഉസ്താദ് പറഞ്ഞൊരു വാക്കുണ്ട്, അതിൻ്റെ മനസ്സൊക്കെ വല്ലാതെ അങ്ങോട്ട് ഇതായി. എൻ്റെ കുഞ്ഞിനെ നോക്കാൻ ഒരാൾ ഉണ്ട്, അത് ഉമ്മയില്ലാത്ത എൻ്റെ കുഞ്ഞിനെ നോക്കുന്ന ആ ആളാണ് ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കേണ്ടത്. അത് സമീറ തന്നെയാണ്, സമീറ തന്നെ. എന്താന്നല്ലേ സമീറ, ഓൾ എന്താന്നില്ല
അത്രയും ചൊറുക്കുള്ള ഉസ്താദിനെ പോലാണിപ്പോൾ കെട്ടാൻ വേണ്ടി നിൽക്കുന്നത്. അതൊക്കെ നല്ല ഡോസ് അവിടെ കൊടുക്കണം, നേരിട്ടുണ്ട് വരുത്താൻ വേണ്ടി തോനെ. അങ്ങനെ ഏതാ പല പല ചിന്തകളും കാര്യങ്ങളും റുക്യാത്തയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. ആ ഫസീലാനൊന്ന് വിളിച്ചോക്കട്ടെ. ഫസീലാനെ വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫാണ്. ഇനി ക്ലാസ്സിനായിട്ട് കേൾക്കേണ്ടി വരുന്നിട്ടാവോ. സത്യം പറഞ്ഞാൽ എല്ലാം കൊണ്ടും നല്ലത് തന്നെയാണ്. ഉസ്താദ് അങ്ങനെ പറഞ്ഞപ്പോൾ മനസ്സൊക്കെ ഇടങ്ങേറിപ്പത്. അല്ലെങ്കിൽ ഇപ്പോൾ എന്തിനാപ്പോൾ ആ പമ്പറന്നോളൊക്കെ ഇട്ടണേ, ഓൾക്കൊരു പുതിയാപ്പിളല്ലേ. എന്നാൽ ഈ സമയം ഹോസ്പിറ്റലിൽ നിരകിച്ച് കഴിയുകയാണ് ഫസീല. താൻ ചെയ്ത ആ ഒരു ദോഷഫലങ്ങൾ അതെല്ലാം ഞാൻ അനുഭവിക്കുകയാണ്. എനിക്കിപ്പോൾ ആരുമില്ല താങ്ങായും തണലായും. ഡോക്ടർ പരിശോധിക്കാൻ വന്നു. അല്ല, ഈ പേഷ്യൻറ്റിൻ്റെ കൂടെ ഇപ്പോഴും ആളെത്തിയില്ലേ? ഇല്ല ഡോക്ടർ, എത്തിയിട്ടില്ല. ഓ ബെസ്റ്റ്. എന്താ നിങ്ങളുടെ കൂടെ ആരുമില്ലേ? അവളില്ലെന്ന് തലയാട്ടി. ഇതൊക്കെ എവിടുന്ന് വന്ന് കയറിയതാ? ആരിതിനെ കൊണ്ടുവന്നിട്ടത്? ആ വേണ്ടാത്ത വല്ലതും കാണിച്ചിട്ടുണ്ടാവും, അല്ലാതെ കുടുംബങ്ങളും കൂട്ടുകാരൊന്നും ഇല്ലായിരിക്കുമല്ലോ. ഫസീല പറയണം, ആരാണ് നിങ്ങളാരാണ് കൊണ്ടുവന്നത്? എനിക്കറിയില്ല. ഓ നിങ്ങളുടെ വീട് അറിയില്ല. അപ്പോൾ തന്നെ മനസ്സിലാക്കാം എന്തോ കള്ളത്തിലുണ്ടെന്ന്. ഒന്നും അറിയില്ല അത്രേ. ഭർത്താവ് അറിയില്ല. ബെസ്റ്റ്. നമ്മൾ ഇവരൊക്കെ വെറുതെ എന്തിനാണ് ഇവിടെ? എന്താ ഡോക്ടറെ, ഇത് ഗവൺമെൻറ് ഹോസ്പിറ്റലല്ലേ, എന്തെങ്കിലുമൊക്കെ ചികിത്സ കൊടുത്ത് ഇവിടെ ഇടാം. അല്ലാതെ എന്താ, ആരും ഇല്ലാത്ത അനാഥകളൊക്കെ കൊണ്ടുവന്നിടുന്ന സ്ഥലമാണല്ലോ ഇത്. നേരത്തിന് മരുന്നും ഗുളികയും കിട്ടുമല്ലോ. എന്നാൽ ഫസീല അവിടെ നിരകിച്ച് കഴിയുകയായിരുന്നു. ഒരു ബെഡ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച് അവൾ അവിടെ ദയനീയമായി ഓരോരുത്തരെ നോക്കി. തൊട്ടപ്പുറത്ത് നിന്നിരുന്ന ആ ഒരു ഹിന്ദു ഫാമിലി അവിടെ ഇല്ല. അവർക്ക് കാണുമ്പോൾ അല്പം വൃത്തി കുറവാണെങ്കിലും സ്വഭാവത്തിന് നല്ല ആളുകളായിരുന്നു. നേരത്തിന് ഭക്ഷണം തരുമായിരുന്നു. എന്നാൽ അവരെ ഇന്ന് കാണുന്നില്ല. എന്താണാവോ പറ്റിയത്? കുറച്ചു മുമ്പ് അവിടെ നിന്ന് ഒരു കൂട്ടക്കരച്ചിൽ കേട്ടിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയാൻ ഒന്ന് തല ഉയർത്തി നോക്കുവാൻ പോലും കഴിയുന്നില്ലായിരുന്നു. എന്താണ് സംഭവിച്ചത് അറിയുന്നില്ല. ആകപ്പാടെ ഒരു കൂട്ടക്കരച്ചിൽ. കുറച്ചു കഴിഞ്ഞപ്പോൾ ഫസീലയെ ആരോ തട്ടി വിളിക്കുന്നു. കുട്ടി കുട്ടി, ഞങ്ങൾ പോവാണ്. ആ എങ്ങോട്ട്? ഞങ്ങൾക്കിനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഞങ്ങളെ അപ്പം പോയി എന്ന് പറഞ്ഞുകൊണ്ട് അവർ വിതുമ്പി കരയുന്നത് കണ്ടു. ഒരു നിമിഷം ഫസീല വിചാരിച്ചു, അതെ അവർക്കെല്ലാം ആളുകളുണ്ട്, അതെ മരണപ്പെട്ടു അവരുടെ കൂടെയുള്ള ആൾ. എന്നാൽ എനിക്ക് ആരുമില്ല ഉണ്ടായിരുന്നു, എല്ലാം ഞാനായിട്ട് തന്നെ നശിപ്പിച്ചു. അവൾ അവളുടെ പഴയകാല ചരിത്രങ്ങൾ ഓരോന്ന് ഓർത്തുകൊണ്ടേയിരുന്നു. അതെ ഞാനായിട്ട് തന്നെയാണ് നശിപ്പിച്ചത്. വയറിനകത്തൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഉണ്ട്. പക്ഷേ ആരോട് പറയാൻ, ആര് കേൾക്കാൻ? ഡോക്ടർ വരുമ്പോൾ അതെ എങ്ങനെയൊക്കെയോ ഒന്ന് പരിശോധിക്കും, അതുതന്നെ. അവർ ഒരിക്കൽ പോലും ഇപ്പോൾ അവർ ചോദിക്കുന്നേ ഇല്ല കൂടെ ആരേ ഉള്ളതെന്ന്. കാരണം അറിയാം അവർക്ക് കൂടെ ആരുമില്ലാത്ത ആളാണെന്ന്. അതുകൊണ്ട് ചോദ്യം ശരിക്കും നിർത്തിയിട്ടുണ്ട്. ഫസീല ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ അവൾക്ക് ഒന്നും മിണ്ടാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം തനിക്ക് ഭക്ഷണം വാങ്ങിത്തരുവാൻ ആരുമുണ്ടായിരുന്നില്ല. എത്ര സുഖകരമായ ജീവിതമായിരുന്നു റബ്ബേ, ഞാനതെല്ലാം ഉപേക്ഷിച്ചു. എൻ്റെ പൊന്നുമക്കളുടെ മുഖം എൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വരികയാണ്. ഉമ്മച്ചി എന്ന് വിളിച്ചുകൊണ്ട് എൻ്റെ പൊന്നുമോൾ എൻ്റെ അരികിലേക്ക് വരുമ്പോൾ എനിക്ക് അവരെ ഒന്ന് ചേർത്ത് പിടിക്കുവാൻ കിട്ടിയിരുന്നെങ്കിൽ. മരിക്കുന്നതിന് മുമ്പ് ഞാൻ ഏതായാലും മരിക്കുവാൻ അയക്കണേ. ദുനിയാവത്തെ ജീവിതം ഇനി എനിക്കൊരിക്കലും നടക്കൂല. ഞാൻ ഇനി എന്തായാലും റബ്ബേ മരിക്കണതിന് മുമ്പ് എൻ്റെ കുട്ടികളെ മുഖം ഒന്ന് കാണാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്. ഫസീല ഓരോന്നിങ്ങനെ പറഞ്ഞ് വിതുമ്പിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയം പുത്തൻ വീട്ടിൽ തറവാട്ടിൽ ഷമ്മാസ് നുസൈബയുടെ അരികിൽ. എവിടെ ഉപ്പച്ചിൻ്റെ ഫാത്തിമ കുട്ടി എവിടെ? അതെ, നുസൈബയുടെ പാല് കുടിച്ചു കൊണ്ടിരിക്കുന്ന കുഞ്ഞിൻ്റെ അരികിലേക്ക് ഷമ്മാസ് അങ്ങോട്ട് കടന്നു ചെന്നു. തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോളെയും തൻ്റെ പ്രിയപ്പെട്ട നുസൈബയെയും നോക്കിക്കൊണ്ടിരുന്നു. മാഷാ അല്ലാ, എത്ര സുന്ദരമാണ് ഈ ഒരു കാഴ്ച. റബ്ബേ, എൻ്റെ ജീവിതത്തിൽ ഇത്രയ്ക്ക് ഇങ്ങനത്തെ സൗഭാഗ്യം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. എന്തൊക്കെ തന്നെ അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിച്ചു തന്നു. അൽഹംദുലില്ലാ, മാഷാ അല്ലാ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു.
അത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൻഷാ അല്ലാഹ് പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പടച്ച റബ്ബിനോട് കരാറുണ്ട്, അതെനിക്ക് പൂർത്തിയാക്കാൻ പോകണം. ആയുഷ്വിനെയും കൊണ്ട് ഉംറയ്ക്ക് പോകണം. അതെൻ്റെ ഒരു ആഗ്രഹമാണ്. ഇക്ക സത്യമായിട്ടും ആ പെണ്ണെ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണത്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇനി ഉമ്മയോട് അത് പറയണം. അല്ലാ എൻ്റെ പ്രിയപ്പെട്ട ഇക്ക, അപ്പോൾ സമീറത്തിയോ? ഓ, സമീറത്തിയൊക്കെ ഒരാളുടെ കൈകളിൽ ഏൽപ്പിക്കണം. എന്നിട്ട് ഇൻഷാ അല്ലാ ഒരുമിച്ചൊരു ഉംറ. അതായാലോ? അതാകുമ്പോഴേ ഉമ്മാക്കും ടെൻഷൻ ഉണ്ടാവില്ല. ആ പിന്നെ അതല്ല, ഉമ്മാക്കൊരു ആഗ്രഹം ഉണ്ടല്ലോ, ഉമ്മാൻ്റെ മറ്റൊരു മകൻ്റെ നിക്കാഹിന് വേണ്ടി ഉമ്മ കാത്തിരിക്കുകയാണല്ലോ. നമ്മുടെ ഡെലിവറി കഴിയാൻ വേണ്ടി കാത്തിരുന്നതല്ലേ, അതൊക്കെ അൽഹംദുലില്ലാ റാഹത്തായിട്ട് കഴിഞ്ഞല്ലോ. എന്താ ഷമ്മാസിന് പെട്ടെന്നാണ് അത് ഓർമ്മ വന്നത്. അതും ശരിയാണ്. മാഷാ അല്ലാ റബ്ബേ, അതിന് കൂടാൻ നല്ല ആഗ്രഹമുണ്ട്. അതും കൂടെ അല്ല റാഹത്തായി കിട്ടിയാൽ ഉമ്മക്ക് സമാധാനമായി. ഒരു നിമിഷം നുസൈബ ചോദിച്ചു, അല്ല ഷാമോൻക്ക, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആ എന്താ? പിന്നെ ഫസീലത്തിയുടെ വല്ല വിവരമുണ്ടോ? ഞാനിങ്ങനെ സ്വപ്നം കണ്ടു. എനിക്ക് ഫസീലത്ത് ഇങ്ങോട്ട് ഓടി വന്നിരിക്കുക. പഠിച്ചോനെ, എൻ്റെ പൊന്നാര പെണ്ണെ, നീ അത് പറയല്ലേ. അതല്ല, അവരെ ഉപദ്രവിക്കുന്നൊന്നുമല്ല, ചീത്ത പറയുന്നില്ല. കരഞ്ഞുകൊണ്ടാണ് പുത്തൻ വീട് തറവാട്ടിലേക്ക് കയറി വരുന്നത്. എന്നാൽ അകത്തേക്കൊന്നും കയറുന്നില്ല, അവിടെ ഇരുന്ന് കരയുകയാണ്. ആ ഒരു നമ്മുടെ ഗേറ്റിൻ്റെ അരികിൽ നിന്നുകൊണ്ട് ഞാനങ്ങനെ ഇക്കയോട് പറയണമെന്ന് വിചാരിക്കും. പിന്നെ ഞാൻ വിചാരിക്കും വല്ല പാൽക്കിനാവും ആയിരിക്കുമെന്ന്. കാരണം ഇപ്പോൾ ഓതാദ്യം നിസ്കരിക്കാതൊക്കെ നിൽക്കുന്ന സമയമല്ലേ, അതുകൊണ്ട് ശൈത്താൻ പല സ്വപ്നങ്ങളും കാണിച്ചിരുമല്ലോ, അതാണെന്ന് വിചാരിച്ചു. എൻ്റെ പെണ്ണെ, എൻ്റെ നുസി, നിൻ്റെ അരികിലേക്കോ ഏത് സമയം ദിക്റുകൾ ചൊല്ലി ഇരിക്കുന്ന നിൻ്റെ അടുത്തേക്ക് എങ്ങനെ പെണ്ണെ ഷെയ്ത്താനും ഇബ്ലീസൊക്കെ വരിക? നിനക്ക് ചൊല്ലാൻ പറ്റുന്ന ദിക്റുകളും സ്വലാത്തുകളൊക്കെ നീ ചൊല്ലുന്നുണ്ടല്ലോ, പിന്നെന്താ? അതൊക്കെ ശരിയാണിക്ക, പക്ഷെ എന്നാലും എനിക്കിങ്ങനെ തോന്നണം അത് ഇബ്ലീസിൻ്റെ സ്വപ്നമൊന്നും ആവില്ല, അതൊക്കെ വെറുതെ പഴക്കിനാവായിരിക്കും. എന്നാലും ഫസീലത്ത് നീ സ്വപ്നം കണ്ട്. സത്യം പറഞ്ഞാൽ ഫസീലത്ത് എന്ന് പറയുന്നത് എൻ്റെ പേടി സ്വപ്നമാണ് കേട്ടോ എൻ്റെ നുസി. സത്യമായിട്ടും എനിക്ക് ഭയമാണ് അവരെ. കാരണം ഒരിക്കൽ എന്നെക്കുറിച്ച് പല രീതിയിലും എന്തൊക്കെയോ പറഞ്ഞുണ്ടാക്കി, എഴുതി മെസ്സേജ് അയച്ച പല ആളുകളുടെ പേരിലും തെറ്റിദ്ധാരണകളൊക്കെ പരത്തി. സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഒരു മനുഷ്യ സ്ത്രീ എനിക്ക് ഭയമാണ് ഇക്ക. അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ, അതൊന്നും ഇനി ഓർക്കണ്ടല്ലോ. അല്ല, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. സത്യം പറഞ്ഞാൽ അവർ പോയി കഴിഞ്ഞതിന് ശേഷം തന്നെ ഒരു സമാധാന ജീവിതം ഉണ്ടായിരുന്നു. എന്തെന്നറിയില്ല, മനസ്സിന് എപ്പോഴും ഇടങ്ങാറായിരുന്നു. ഒന്നല്ലെങ്കിൽ ഒരു പ്രശ്നം അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അത് എന്നും അങ്ങനെ തന്നെ, എന്നും പ്രശ്നത്തിനേ ഇവിടെ ഒഴിവുണ്ടാവുള്ളൂ. ഞാൻ വിചാരിക്കും പഠിച്ചോനെ ഇന്ന് എന്ത് പ്രശ്നമായിരിക്കും ഉണ്ടാവുകയെന്ന്. അവർ പോയതിന് ശേഷം വല്ലാത്തൊരു റാഹത്താണ് ഇക്ക. അതൊന്നും സാരമില്ല. എൻ്റെ നുസൈബയുടെ മനസ്സ് എത്ര നല്ല മനസ്സാലേ. ഒരാളെ പറ്റി കുറ്റം പറയുന്നത് പറ്റില്ല. കുറ്റമല്ല, ഞാനങ്ങനെ ജസ്റ്റ് നീ സ്വപ്നം കണ്ടപ്പോഴേ. അല്ലെൻ്റെ പെണ്ണെ, അവളെങ്ങാനും കയറി വരുമോ? അതും ഒരു ഭയമുണ്ട്. ഒരുപാട് ഉമ്മ ഉപദേശിച്ചതാണ്, പക്ഷെ നന്നായില്ല. പിന്നെ അവരവരുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് പോയി. അതിപ്പോൾ ആരും പറഞ്ഞയച്ചതല്ലോ. നവാസ്ക്ക് ഒരുപാട് കാത്തിരുന്നു, ഒരുപാട് കണ്ണീരൊഴുക്കി. എന്ത് കാര്യം, എത്ര ഉപദേശങ്ങൾ നൽകി, എന്നിട്ട് അവർ നന്നായില്ല. നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് എന്ത് കാര്യം പെണ്ണേ? ഇക്ക, ഞാൻ ചിന്തിക്കുന്നില്ല. എന്നാലും ആ സ്വപ്നം കണ്ടത് അവരിങ്ങനെ അവശയായിരിക്കുന്ന സ്വപ്നമാണ് ഞാൻ കണ്ടത്. നമ്മുടെ ഗേറ്റിനരികിൽ കരഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഞാൻ ആ നിമിഷം തന്നെ വിചാരിച്ചിട്ടോ, പക്ഷെ നമ്മുടെ ഉമ്മ അങ്ങനെയൊന്നല്ല കേട്ടോ. ഉമ്മ പെട്ടെന്ന് ഓടിപ്പോയിട്ട് അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്ത് പറ്റി മോളെ എന്നൊക്കെ പറഞ്ഞ് വെള്ളം കൊണ്ടേ കൊടുക്കുന്നതൊക്കെ കണ്ടു. പറ്റിയ അവശയായിരിക്കുന്നു. ഒരിക്കൽ പോലും ആ പഴയ വീറും വാശിയും ഒന്നുമില്ല. തികച്ചും ഒരു സാധുവായ സ്ത്രീ, ഒരു അനാഥയായ സ്ത്രീ, കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളും രോഗബാധിതരും എല്ലാമായിട്ട് അങ്ങനെ ഇരിക്കുന്ന എൻ്റെ പെണ്ണ് അങ്ങനത്തെ സ്വപ്നമൊന്നും കാണാൻ പാടില്ല. എന്ത് ചെയ്യാൻ, ഞാൻ കാണില്ലല്ലോ. എനിക്ക് സത്യം പറഞ്ഞാൽ എന്തൊക്കെയോ ഒരു തോന്നലുണ്ടിക്കാം. എന്താന്നാവും അവരെക്കുറിച്ചൊന്ന് അന്വേഷിച്ചൂടെ നമുക്ക്? എന്തൊക്കെ തന്നെയായാലും സത്യം പറഞ്ഞാൽ നുസൈബയുടെ ആ ഒരു സ്വപ്നം അത് ഷമ്മാസിൻ്റെ മനസ്സിലേക്കും ഒരു പ്രയാസമുള്ളതാക്കി. എൻ്റെ പൊന്നു നുസി, അവരൊക്കെ ആരുടെയെങ്കിലൊക്കെ കൂടെ ജീവിക്കുന്നുണ്ടാവും. നമ്മളൊരു പക്ഷെ അവരുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നമ്മളെ ആട്ടിവിടുക എന്നല്ലാതെ ഒരിക്കൽ പോലും അവർ
ഇതാവില്ല. അല്ല, ഇനിയിപ്പോൾ നവാസ്കയുടെ കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. നവാസ്കയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു പക്ഷെ നമുക്ക് തിരിച്ച് കൊണ്ടുവരാമായിരുന്നു. ഇതിപ്പോൾ ഇനിയിപ്പോൾ സൗദക്കും അതൊരു വിഷമായി തീരൂലേ? എൻ്റെ ഇക്ക, അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അവരുടെ ആ സ്വപ്നത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എന്തെന്നറിയില്ല, എന്തൊക്കെയോ ഒരു അപകടം അവർക്ക് പറ്റിയ പോലെയൊക്കെ എനിക്ക് തോന്നുകയാണ്. എനിക്കറിയുന്നില്ല എന്താണുള്ളതെന്ന്. അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. ഇനിയിപ്പോൾ അള്ളാഹു ഏതായാലും അവർക്ക് വേറൊരു ജീവിതം പഠിച്ചൊന്ന് നൽകട്ടെ. എന്തായാലും എത്രയൊക്കെ തന്നെ കാട്ടിക്കൂട്ടിയാലും നമ്മുടെ മക്കളെ പ്രസവിച്ചത് അവരാണെന്നുള്ള കാര്യം ആലോചിക്കുമ്പോൾ മനസ്സിനുള്ളിൽ വേദനയൊക്കെ ഉണ്ട്. ഇനി ഉമ്മയോട് ഇത് പറഞ്ഞാൽ ഉമ്മ ആകെ ടെൻഷനാകും. ഉമ്മയോട് പറയണോ വേണ്ടയോ? ഇക്ക, എനിക്ക് ഉമ്മയോട് പറയാനൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ചിലപ്പം ഉമ്മ ദേഷ്യപ്പെട്ടാലെന്നാണ് എൻ്റെ ഭയം. കാരണം ഞാൻ അവളെ കുറേ ഉപദേശിച്ചതാണ്. ഓളുള്ള ഇഷ്ടത്തിന് നടന്നിട്ടല്ലേ അങ്ങനെയൊക്കെ ചെയ്തത്. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെ, സൗദത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അത് ചെയ്യുന്നത് തെറ്റാണ്. കാരണം ഏതായാലും അവർ നല്ല രീതിയിൽ ഇപ്പോൾ ജീവിക്കുകയാണ്, ഗർഭിണിയുമാണ്. ഈ ഒരു അവസ്ഥയിൽ തൻ്റെ ആദ്യ ഭാര്യയെക്കുറിച്ച് വീട്ടിൽ സംസാരിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ ആദ്യ ഭാര്യ തിരിച്ചു വരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരത്ര വിഷമിക്കുന്നുണ്ടാവും. പ്രത്യേകിച്ച് ഗർഭിണിയായ സമയത്ത് നമ്മളിതൊരിക്കലും പറയുന്നതും ശരിയല്ലല്ലോ, അല്ലേ? ശരിയാണ് നസീർ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്കും ഓരോന്ന് വിധിച്ചിട്ടുണ്ടാവും. എനിക്ക് നിന്നെ വിധിച്ചതെങ്ങനെ? നീ എൻ്റെ ഇക്കയുടെ ഭാര്യയായിരുന്നു. അള്ളാഹുവിൻ്റെ വിധി അതായിരിക്കും. നീ എൻ്റെ കൂടെ ജീവിക്കാനായിരിക്കും. എനിക്ക് വേണ്ടിയിട്ടാണ് നിന്നെ അള്ളാഹു സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഫൈസൽക്കാക്ക് നിന്നെ തൊടാൻ തോന്നിയിട്ടില്ല, അല്ലേ? അങ്ങനെയല്ലേ? അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എനിക്കറിയാം ഇക്ക, അതെ, ഫൈസൽക്ക് എന്നെ തൊട്ടിട്ടില്ല. ഒരുപാട് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ കാത്തിരുന്നു, പക്ഷേ അദ്ദേഹം എന്നെ തൊട്ടിട്ടില്ല. എന്നാൽ അങ്ങേക്കുള്ളതായിരുന്നു ഞാൻ. നമുക്ക് അള്ളാഹു ഒരു കുഞ്ഞിനെയും നൽകി. ഇതാണ് പറഞ്ഞത്. പടച്ച റബ്ബ് ഓരോരുത്തർക്കും ഓരോ പെണ്ണിനെ സൃഷ്ടിച്ചിട്ടുണ്ടാവും. ഒരു പക്ഷേ നവാസ്കാക്ക് സൃഷ്ടിച്ച പെണ്ണ് അത് സൗദി ആയിരിക്കും. കണ്ടില്ലേ, അവൾ ഗർഭിണിയായി. ഇനിയിപ്പോൾ ഫസീലത്തിയുടെ സ്ഥിതി എന്തൊക്കെയാണ് അറിയില്ല. അവളൊക്കെ ഏതെങ്കിലും ആളുകളുടെ കൂടെയൊക്കെ ജീവിക്കുന്നുണ്ടാവും. അവർക്കൊക്കെ അടിച്ചു പൊളിച്ച ജീവിതമല്ലേ ഇഷ്ടം. ഒരിക്കൽ പോലും വീട്ടിൽ ഒതുങ്ങി നിൽക്കുന്ന ജീവിതമൊന്നും ഇഷ്ടമല്ലല്ലോ. എൻ്റെ പ്രിയപ്പെട്ട ഇക്ക, എനിക്ക് എന്തെന്നറിയില്ല, ആ സ്വപ്നം ഇങ്ങനെ കണ്ടിട്ട് മനസ്സൊക്കെ ഇങ്ങനെ വരികയാണ്. അത്രക്കും വിഷമകരമായ അവസ്ഥയിലാണ് ഫസീലത്ത് ഇപ്പോൾ ഉള്ളത്. എന്തപ്പോൾ നമ്മൾ ചെയ്യുക? സാരല്ല, ഉമ്മയോട് പതുക്കെ ഒന്ന് പറഞ്ഞു നോക്കാം ഞാൻ വേണമെങ്കിൽ. അല്ല, ഉമ്മയോട് പറഞ്ഞാൽ ഇപ്പോൾ ഉമ്മ ചീത്ത പറയട്ടോ. നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, മറ്റൊരു പെണ്ണിൻ്റെ ജീവിതം കൂടി നിങ്ങൾ നശിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലോ? ഇതൊക്കെ അറിയുമ്പോൾ ഒരു പക്ഷേ സൗദത്താക്ക് വല്ല പ്രശ്നം വന്നാലോ? ഒന്നുമില്ലെങ്കിൽ അവർ ഗർഭിണിയല്ലേ? ശരിക്കും ഷമ്മാസും നുസൈബയും അതിനെക്കുറിച്ചുള്ള ചർച്ചയിലാണ്. പക്ഷേ ഒരിക്കൽ പോലും അവർ തിരിച്ചു നവാസ്കയുടെ ഭാര്യയാകുന്നതിൽ താല്പര്യമില്ല. പക്ഷേ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് അവർ സംരക്ഷിക്കാം വേണമെങ്കിൽ എന്നാണ് ഷമ്മാസ് കരുതുന്നത്. എന്തെങ്കിലുമൊക്കെ ക്യാഷ് കൊടുത്തിട്ടോ, അത് അവസ്ഥ എന്താണെന്ന് അറിയില്ല. ഒരു പക്ഷേ തിരഞ്ഞ് കണ്ടുപിടിച്ച് എന്തെങ്കിലും അവസ്ഥയിലായി എന്ന് കഴിഞ്ഞാൽ നമ്മളെക്കൊണ്ട് കഴിയുന്നൊരു ഹെൽപ്പ് ചെയ്തു കൊടുത്താൽ അതിന് അള്ളാഹു പ്രതിഫലം നമുക്ക് തരികയുള്ളൂ. അല്ലാതെ ഒരിക്കൽ പോലും അതൊരു നല്ലതല്ലാത്ത കാര്യമാവില്ല. കാരണം എന്താണ് അവസ്ഥ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. എന്തായാലും എൻ്റെ നുസി, നീ പറഞ്ഞതുകൊണ്ട് എനിക്കൊരു സഹതാപം തോന്നുന്നു. കാരണം നമ്മുടെ മക്കളെ ഉമ്മയല്ലേ, നമ്മുടെ 2 മക്കളെ പ്രസവിച്ചത് അവരല്ലേ. എൻ്റെ നവാസ്കയെ 2 കുഞ്ഞുങ്ങളെ പ്രസവിച്ച് അവരല്ലേ. കാര്യം ശരിയാണ്, എന്തൊക്കെ തന്നെ കാട്ടിക്കൂട്ടിയാലും അവരുടെ സ്വഭാവ രീതി എന്തൊക്കെ തന്നെ ആയാലും ഒരു പക്ഷേ അവർ അള്ളാഹുവിനെ ഭയന്ന് തിരിച്ചു വന്നാലോ, അവർക്ക് എന്തെങ്കിലും ഒരു ഇത് പടച്ച റബ്ബ് കൊടുത്തിട്ടുണ്ടെങ്കിലോ, അല്ലേ? അല്ല, ഫൈസി ഉസ്താദിൻ്റെ പ്രഭാഷണം എങ്ങാനും ഇനി കേട്ടോ? അവർ എനിക്കിങ്ങനെയൊരു സ്വപ്നം കാണിച്ചു തരുവാനും അതുപോലെ അറിയില്ല. ഫൈസി ഉസ്താദിൻ്റെ പ്രഭാഷണത്തിന് വന്നിരുന്നോ ആവോ? എനിക്കറിയില്ല. ഒരു നിമിഷം അവർക്കെല്ലാവർക്കും ഫസീലയെക്കുറിച്ചുള്ള ചിന്തയുണ്ടായി. എന്താ അവസ്ഥ അറിയില്ല. ഒരു പക്ഷേ ഏതെങ്കിലും കോടീശ്വരന്മാരുടെ വീട്ടിലായിരിക്കും, ഒരു പക്ഷേ മറ്റു പലരുടെയും കൂടെ ജീവിക്കുകയായിരിക്കും ആടിപ്പാടി. അതോ അനാഥമായിട്ടുണ്ടോ, ഒറ്റപ്പെട്ടിട്ടുണ്ടോ എന്നൊന്നും അറിയില്ലല്ലോ. പടച്ച റബ്ബേ, നീ എന്താണ് ഫസീലത്തിയുടെ അവസ്ഥ നീ ഒന്ന് കാണിച്ചു തന്നിരുന്നെങ്കിൽ, ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന ഹെൽപ്പ് ചെയ്യാൻ പറ്റുമായെങ്കിൽ
ചെയ്യുമായിരുന്നു. ഷമ്മാസിൻ്റെ മനസ്സിൽ അതിനെക്കുറിച്ചുള്ള ചിന്തയായി. ഇക്ക, ഞാൻ പറഞ്ഞത് ബുദ്ധിമുട്ടായോ? ഇനി അതിനെക്കുറിച്ച് അല്ല എൻ്റെ പെണ്ണെ, നമ്മൾ വിഷമിക്കുന്നവരെ സഹായിക്കണമെന്നാണല്ലോ. ഇൻഷാ അല്ലാ ഉമ്മയോട് കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞു നോക്കട്ടെ. നമുക്ക് അതിനെക്കുറിച്ചൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചാലേ ഇൻഷാ അല്ലാ. സത്യം പറഞ്ഞാൽ നുസൈബയുടെ മനസ്സിൽ സന്തോഷം വന്നു. എന്നാൽ മറ്റൊരാൾക്കും ഒരു ബുദ്ധിമുട്ട് ആവുകയും ചെയ്യരുത്. അള്ളാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാ. ഒരു നിമിഷം നുസൈബ അള്ളാഹുവിലേക്ക് കൈകളൊടുത്തി പ്രാർത്ഥിച്ചു. പുത്തൻവീട് തറവാട്ടിൽ ഫസീലയുടെ സ്ഥിതിഗതികൾ അറിയുമോ? അറിഞ്ഞാൽ എന്തായിരിക്കും സംഭവം? ഐഷുമ്മ എന്ത് പറയും? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.